വാർത്തകൾ തുടരുന്നു. SFI ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം CPM ലോക്കൽ കമ്മിറ്റി അംഗം K ഹരിദാസൻ നിർവഹിച്ചു. ക്വിസ് മത്സരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, ഒരു ബേജാറും ഉണ്ടാവില്ല. SFIയുടെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ക്വിസ് മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സാമൂഹ്യ പ്രസക്തിയുള്ള ചോദ്യങ്ങൾ കൂടുതലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ദിവസേന പത്രം വായിക്കണം, TV-യിൽ ന്യൂസുകൾ കാണണം, മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ നോക്കണം. ഇതിനൊക്കെ പുറമെ നിങ്ങൾ നന്നായി പഠിക്കും വേണം. എന്നാലേ മികച്ചൊരു വിദ്യാർത്ഥിയാവാനും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനെ കുറിച്ചുള്ളൊരു ബോധം ഉൾക്കൊള്ളുന്ന, സമൂഹത്തിൽ വരുന്ന കാതലായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ലൊരു പൗരനായി തീരാനും കെട്ടി നിൽക്കുന്ന പോലെ. ഡിസംബർ 17 നടക്കുന്ന SFI ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായാണ് ക്വിസ് മത്സര പരിപാടി സംഘടിപ്പിച്ചത്. UP ഹൈസ്കൂൾ ജനറൽ വിഭാഗങ്ങളിൽ നിന്നായാണ് വിദ്യാർത്ഥികൾ മത്സര പരിപാടിയിൽ പങ്കെടുത്തത്. വിദ്യാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ DYFI ബ്ലോക്ക് സെക്രട്ടറി ബാബു വീതനശ്ശേരി അധ്യക്ഷത വഹിച്ചു. ക്വിസ് മത്സരത്തിന് ഷാജി കക്കുഴി മോഡറേറ്റർ സ്ഥാനം വഹിച്ചു. M സനോജ്, സുബിൻ കക്കുഴി, സൂര്യ, ഷിജിത് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ ഉപവാസ സമരം നടത്തി. സോഷ്യലിസ്റ്റ് ജനത വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുജന സമരം നടത്തിയത്. സമരം സോഷ്യലിസ്റ്റ് യുവജനതാ സംസ്ഥാന പ്രസിഡന്റ് ഷഹാബ് പുൽപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുഖ്യമന്ത്രി അല്ല, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി, അതിന്റെ ഉദ്യോഗസ്ഥന്മാരും വിളിക്കണം. അതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ് ഇന്ത്യൻ ഭരണഘടന പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട്. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തി വിളിച്ചു വരുത്തിയിട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. അതെന്താണ്? അവർക്ക് വെള്ളം കൊടുക്കണം. അവർക്ക് വെള്ളം കണ്ടു പറഞ്ഞല്ലോ, ഒരു ദിവസം പോലും, ഒരു മിനിറ്റ് പോലും അവർക്ക് വെള്ളം തടസ്സപ്പെടാതെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതൊരു വശത്ത്. മറുവശത്ത് കേരളത്തിലെ ജനങ്ങളുടെ ആധിയും വ്യാധിയും ഭയവും അകറ്റുന്ന വിധത്തിൽ നിലപാട് സ്വീകരിക്കണം. ഡാമിന്റെ പണി ആരംഭിക്കണം. അതിന് 2 നടപടികളാണ് ഇന്ന് എല്ലാ വിദഗ്ധന്മാരും മുന്നോട്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 120 അടിയായി കുറയ്ക്കുക, പുതിയ അണക്കെട്ട് ഉടൻ നിർമ്മാണം ആരംഭിച്ച് ജനലക്ഷങ്ങളുടെ ജീവൻ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബഹുജന സമരം നടത്തിയത്. പരിപാടിയിൽ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TB ജോർജ്, മഹിളാ ജനത ജില്ലാ പ്രസിഡന്റ് ജയരോജ, സോഷ്യലിസ്റ്റ് ലോയേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TP രാമചന്ദ്രൻ, ഫിലിപ്പോസ് കോശി, N ചന്ദ്രൻ, P കുഞ്ഞുമുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം വൈകുന്നേരം സോഷ്യലിസ്റ്റ് ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ അബ്രഹാം P മാത്യു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PP മുഹമ്മദ് അലി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മാനീരി ആയിഷക്കുട്ടി, P മുഹമ്മദ് കുഞ്ഞു, K കുട്ടിമാൻ, V മുഹമ്മദ് റിയാസ്, P സുരേഷ്, M അഷ്റഫ് എന്നിവർ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകി. ചോക്കാട് പാരൽ മമ്പാട്ടുമൂല നൂറുൽ ഇസ്ലാം മദ്രസ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടത്തി. ലാബ് ഉദ്ഘാടനം പിന്നോക്ക ക്ഷേമകാര്യ മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. ജില്ലകളിൽ വിദ്യാഭ്യാസം മറ്റ് മുന്നേറ്റത്തിൽ മദ്രസകൾക്കും വലിയ പങ്ക് വഹിക്കുവാനാണ്. അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസത്തിന്റെ ഒരു അടിത്തറ മദ്രസകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുകയാണ്. മദ്രസ വിദ്യാഭ്യാസം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നല്ല. അത് തീർച്ചയായും മതപരമായ ഒരു അടിത്തറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സ് നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും മതത്തിനും സമുദായത്തിനും ഒക്കെ ഗുണകരമാകുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. 20 വർഷത്തോളമായി മത സാംസ്കാരിക രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മദ്രസയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ മദ്രസ നവീകരണ പദ്ധതി പ്രകാരം അനുവദിച്ച 3.80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കമ്പ്യൂട്ടർ ലാബും സയൻസ് ക്ലാസും 10ാം ക്ലാസ് ട്യൂഷനും അനുവദിച്ചത്. മദ്രസയിൽ നടന്ന ചടങ്ങിൽ SYS സ്റ്റേറ്റ് സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി അധ്യക്ഷത വഹിച്ചു. ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷറഫുദ്ദീൻ മുപ്ര, വണ്ടൂർ AEO KV കൃഷ്ണനുണ്ണി, കബീർ മാസ്റ്റർ, സുരേഷ് കുമാർ, ബഷീർ ചെല്ലക്കൊടി, ഷാഹിദ് സഖാഫി, അബ്ദുൽ കരീം, മുജീബ് റഹ്മാൻ സഖാഫി, ജാഫർ സഖാഫി, കോയ മൗലവി എന്നിവർ പ്രസംഗിച്ചു. നിലമ്പൂർ താലൂക്കിലെ പത്ര ഏജന്റുമാരുടെ പൊതുയോഗം നിലമ്പൂർ TV-യിൽ നടന്നു. ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുഞ്ഞുട്ടി പലവനിൽ ക്ലാസ് എടുത്തു. രാജ്യത്തെ ലോകത്ത് ഓരോന്ന് കൃത്യമായി വാർത്ത എത്തിക്കുന്നത് പത്രമാണ്. ചിലപ്പോൾ അവനവൻ്റെ താല്പര്യത്തിന് ചെയ്തത് വേണ്ടതും വേണ്ടാത്തതൊക്കെ പത്രത്തിൽ ഉണ്ടാവാൻ ഇല്ലാതെ നമ്മൾ പറയുന്നില്ല. അല്ല, അങ്ങനെ ഉണ്ടാവാം. പത്ര
നടത്തുന്നവരുടെ താല്പര്യമനുസരിച്ച് ചിലത് വാർത്തകൾ ശരിയായി തെറ്റായി എങ്കിൽ പോലും ഒരു വിഷയത്തെ ജില്ലാ സെക്രട്ടറി സലീം, താലൂക്ക് സെക്രട്ടറി റെജി, മനോജ് എന്നിവർ പ്രസംഗിച്ചു. AL രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ 9ാമത് ആധ്യാത്മിക അന്തർയോഗം നടത്തി. വേങ്ങാപരത ശ്രീ വിവേകാനന്ദ സ്റ്റഡി സെന്ററിലാണ് യോഗം സംഘടിപ്പിച്ചത്. കൊടുക്കുന്ന ഉപദേശം, ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട്. അതിലാണ് അവധൂതനും ഗുരുക്കന്മാരും. പിന്നെ ആ ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശത്തിൽ തന്നെ ഒരു ഭിക്ഷുഗീത വരുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. ആധുനിക ലോകത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ സന്ദേശം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ ഗണപതി ഹോമം, വേദപാരായണം, ഭജന എന്നിവയോടെ യോഗം ആരംഭിച്ചു. തുടർന്ന് കൊയിലാണ്ടി ശ്രീകൃഷ്ണ ആശ്രമത്തിലെ സ്വപ്രഭാനന്ദ സ്വാമി യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് KR ഭാസ്കരപിള്ള, ഗംഗാധരൻ മാസ്റ്റർ, പാലമാട് ശ്രീകൃഷ്ണാശ്രമത്തിലെ ആത്മസ്വരൂപാനന്ദ സ്വാമിജി, ബ്രഹ്മചാരി ശുദ്ധചൈതന്യ, ദർബാനന്ദ സ്വാമിജി എന്നിവർ പ്രഭാഷണം നടത്തി. ചുള്ളിയോട് പ്രത്യാശനാഥ ദേവാലയ തിരുനാൾ ആചരണത്തിന്റെ ഭാഗമായി പ്രദക്ഷിണം നടത്തി. ഭക്തിനിർഭരമായ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ചുള്ളിയോട് പ്രത്യാശനാഥ ദേവാലയ തിരുനാളിനോടനുബന്ധിച്ചാണ് ആഘോഷപൂർവ്വമായ തിരുനാൾ പാട്ടുകുർബാനയും പ്രദക്ഷിണവും നടത്തിയത്. ഫാദർ ജോർജ് കുടന്തയിൽ, ഫാദർ എബി വടക്കേക്കര എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നിലമ്പൂർ ഫെറോന വികാരി ഫാദർ ചാണ്ടി പുന്നക്കാട് കുർബാനയുടെ ആശീർവാദം നിർവഹിച്ചു. ഇടവക വികാരി അനൂപ് എബ്രഹാം ഇലവുങ്കച്ചാലിൽ, പ്രസിഡന്റ് സിറിക് പള്ളിപ്പുറത്ത്, ഭാരവാഹികളായ തോമസ് മുളമടത്ത്, ജോർജ് അഞ്ചുകണ്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.